കാർഷിക വാർത്തകൾ. കർഷക താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ കരാറുകളിൽ ഇന്ത്യ ഭാഗമാകില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. അമേരിക്കയുമായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് പരാമർശം. രാജ്യത്തെ കാർഷിക ക്ഷീരമേഖലയിലെ താരിഫ് പ്രശ്നങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വലുതാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി വ്യക്തമാക്കി. രാജ്യങ്ങളുമായി സൗഹൃദബന്ധം നിലനിർത്താനും ന്യായമായ വ്യാപാര കരാറുകൾ സൃഷ്ടിക്കാനും ഇന്ത്യ ശ്രമിക്കുകയാണ്. ഈ കരാറുകളുടെ ആത്മാവ് നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താരിഫില്ലാതെ UK-യിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട്. ഇത് ഇന്ത്യൻ കർഷകർക്ക് ഗുണം ചെയ്യും. പല വിദേശ രാജ്യങ്ങളിലും വലിയ തോതിൽ കൃഷിസ്ഥലമുള്ളതും മന്ത്രി വ്യക്തമാക്കി. പല കൃഷിയിടങ്ങളും 20,000 ഹെക്ടർ വരെ വലിപ്പമുള്ളതാണ്. എന്നാൽ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ കർഷകർക്ക് വളരെ ചുരുങ്ങിയ തോതിലാണ് കൃഷിഭൂമിയുള്ളത്. 79ാം സ്വാതന്ത്ര്യദിനത്തിൽ കർഷക താൽപ്പര്യങ്ങൾക്കെതിരായ നയങ്ങൾക്കെതിരെ ഇന്ത്യ ഒരു മതിൽ പോലെ ഉയർന്നു നിൽക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചിരുന്നു. സാമ്പത്തിക സ്വാർത്ഥതയുടെ കാലഘട്ടത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റബ്ബർ വ്യവസായികൾ ഷീറ്റ് സംഭരണം ശക്തമാക്കുന്നു. ടയർ മേഖലയിൽ നിന്നും വൻ ഓർഡറുകൾ ലഭിച്ചേക്കും. തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ അടക്കമുള്ള മുഖ്യ റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിച്ചു. ലോക വിപണിയിൽ റബ്ബർ ഷീറ്റ്, ലാറ്റക്സ് ലഭ്യത പതിവിലും ഉയരുന്നത് അവസരമാക്കി വ്യവസായികൾ കൂടുതൽ കച്ചവടത്തിന് ഉത്സാഹിക്കും. ടയർ മേഖലയിൽ നിന്നും വൻ ഓർഡറുകൾക്ക് അവസരമൊരുങ്ങുമെന്ന കണക്കുകൂട്ടലിൽ കാർഷിക മേഖല ടാപ്പിംഗ് പരമാവധി ഉയർത്താനുള്ള ശ്രമത്തിലാണ്. അമേരിക്കൻ തീരുവ വിഷയം നിലനിൽക്കുന്നതിനാൽ ആഗോളതലത്തിൽ റബ്ബറിന് വ്യവസായ ഡിമാൻഡ് ഉയരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇതിനിടയിൽ രാജ്യാന്തര വിപണി ഏതു ദിശയിൽ സഞ്ചരിക്കുമെന്ന വ്യക്തതയ്ക്കായി നിക്ഷേപകരും ഊഹക്കച്ചവടക്കാരും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടാവും വിപണിയുടെ ഗതി നിയന്ത്രിക്കുക. ഒക്ടോബർ അവധി 325 യെന്നിലാണ് വാരാന്ത്യം. 336 മുതൽ 347 യെന്നിലെ പ്രതിരോധത്തിലേക്ക് ഉയരാൻ വിപണി ശ്രമം നടത്തിയേക്കും. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ കിലോ 202 രൂപയിൽ നിന്നും 199 താഴ്ന്നു. 200-ലെ നിർണായക താങ്ങ് നഷ്ടപ്പെട്ടത് ദുർബലതയെ സൂചിപ്പിക്കുന്നു. അതേസമയം മഴ മൂലം ടാപ്പിംഗ് തടസ്സം നേരിട്ടാൽ പ്രതീക്ഷയ്ക്കൊത്ത ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങില്ലെന്നത് റബ്ബറിന് താങ്ങാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദീപാവലി തിരക്കിലേക്ക് സുഗന്ധവ്യഞ്ജന വിപണി. കുരുമുളകിനും ഏലത്തിനും ഡിമാൻഡ് ഉയരുന്നു. ദീപാവലി വരെയുള്ള കാലയളവിലെ ഉത്സവകാല ഡിമാൻഡ് മുന്നിൽ കണ്ട് ഉത്തരേന്ത്യൻ സുഗന്ധവ്യഞ്ജന വ്യാപാരികൾ കുരുമുളക് സംഭരിക്കുന്ന തിരക്കിലാണ്. വൻകിട സ്റ്റോക്കിസ്റ്റുകളുടെ കരുതൽ ശേഖരം ചുരുങ്ങിയതിനാൽ നിരക്ക് കുത്തനെ കയറാൻ സാധ്യത. കേരളത്തിൽ വിളവ് ചുരുങ്ങിയതിനാൽ ജനുവരി മുതൽ ഇതുവരെ കൊച്ചി മാർക്കറ്റിൽ നാടൻ ചരക്ക് വരവ് ശക്തിപ്പെട്ടിട്ടില്ല. വിളവ് ചുരുങ്ങിയതിനാൽ ഉൽപ്പാദകരുടെ പക്കലും കുരുമുളകില്ലാത്ത സാഹചര്യമാണ്. നിലവിൽ കിലോ 657 രൂപയിൽ നീങ്ങുന്ന അൺഗാർബിൾഡ് 700-നെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിപണി ചൂടുപിടിക്കുന്നത് മനസ്സിലാക്കി വ്യവസായികൾ ഇറക്കുമതിക്കും നീക്കം നടത്തുന്നുണ്ട്. നടപ്പുവർഷം ആദ്യ പകുതിയിൽ കുരുമുളക് കയറ്റുമതിയിൽ വിയറ്റ്നാമിന് നേട്ടമായി. ലേലത്തിൽ കൂടുതൽ ഏലയ്ക്ക വിൽപ്പനയ്ക്കിറങ്ങുമെന്ന നിഗമനത്തിലാണ് ആഭ്യന്തര വിദേശ വാങ്ങലുകാർ. ലഭ്യത ഉയരുമെന്ന കണക്കുകൂട്ടലിൽ ഒരു വിഭാഗം വാങ്ങലുകാർ കരുതലോടെ വിപണിയെ സമീപിച്ചു. ചിങ്ങത്തിലെ ഡിമാൻഡ് മുന്നിൽ കണ്ട് പ്രാദേശിക തലത്തിൽ ഏലത്തിന് അന്വേഷണങ്ങളുണ്ട്. അന്തർ സംസ്ഥാന ഇടപാടുകാർ ഏലക്കയിൽ താൽപ്പര്യം കാണിച്ചില്ലെങ്കിലും വാരാന്ത്യം ശരാശരി ഇനങ്ങൾ 2500 രൂപയുടെ താങ്ങ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പരുത്തി ഉൽപ്പാദനത്തിൽ പ്രതീക്ഷയുടെ വിപണി. വിസ്തൃതി കുറഞ്ഞെങ്കിലും കാലാവസ്ഥ ഗുണം ചെയ്തു. ഒക്ടോബറിൽ ആരംഭിക്കുന്ന 2025-26 വിളവർഷത്തിൽ ഇന്ത്യയുടെ പരുത്തി ഉൽപ്പാദനം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ അനുകൂലമായതാണ് വിസ്തൃതിയിൽ കുറവുണ്ടായിട്ടും ഉയർന്ന വിളവ് ലഭിക്കുമെന്ന വിലയിരുത്തലിന് കാരണം. ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ മുൻനിര സംസ്ഥാനങ്ങളിൽ ഈ വർഷം പരുത്തി വിതയ്ക്കൽ കുറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം കർഷകർ നിലക്കടല, ചോളം തുടങ്ങിയ മറ്റ് ആദായകരമായ വിളകളിലേക്ക് മാറിയതാണ് പരുത്തി കൃഷി കുറയാൻ കാരണം. ഈ വർഷം പരുത്തി വിളകളുടെ അവസ്ഥ വളരെ മികച്ചതാണ്. പരുത്തി കൃഷിക്കുള്ള 10 സംസ്ഥാനങ്ങളിലും തൃപ്തികരമായ മഴ ലഭിച്ചിട്ടുണ്ട്. വിസ്തൃതിയിൽ ഏകദേശം 3% കുറവാണുണ്ടായത്. കഴിഞ്ഞ വർഷം ഇതേ സമയം പരുത്തി വിസ്തൃതി 110 ലക്ഷം ഹെക്ടറായിരുന്നു. ഈ വർഷം ഏകദേശം 107 ലക്ഷം ഹെക്ടറിലാണ് വിതച്ചിട്ടുള്ളതെന്ന് പരുത്തി അസോസിയേഷൻ ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യക്കാരുടെ കാപ്പി ഉപഭോഗം ഇരട്ടിയാക്കും. ഉൽപ്പാദനശേഷി ഇരട്ടിയാക്കാൻ കോണ്ടിനെന്റൽ കോഫി. രാജ്യത്തിന്റെ കോഫി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി വിപുലീകരണത്തിന് തയ്യാറെടുക്കുകയാണ് കോണ്ടിനെന്റൽ കോഫി. 2029 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഇന്ത്യയിലും വിയറ്റ്നാമിലും പൂർണ്ണ ഉൽപ്പാദനശേഷിയാണ് ലക്ഷ്യമിടുന്നത്. CCLന്റെ ആഭ്യന്തര ബിസിനസിന്റെ 70% ബ്രാൻഡഡ് ബിസിനസ്സിൽ നിന്നാണ്. 30% സ്വകാര്യ ലേബലിംഗിൽ നിന്നുമാണ്. വികസിത വിപണിയേക്കാൾ വേഗത്തിലാണ് ഇന്ത്യയുടെ വളർച്ച.
അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ ഉപഭോഗം ഇരട്ടിയാകും. സ്വിറ്റ്സർലൻഡ്, വിയറ്റ്നാം, ഇന്ത്യ എന്നിവിടങ്ങളിലായി പ്രതിവർഷം 75,000 ദശലക്ഷം ടണ്ണിലധികം മൊത്തം ശേഷിയിലാണ് കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.